അസ്സാം വലൈക്കും. അമാനോസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ തുർക്കിഷ് കബാബാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ പേരാണ് അദാന കബാബ്. ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 500 ഗ്രാം ബീഫ് കീമ എടുത്തു വച്ചിട്ടുണ്ട്. കബാബ് തയ്യാറാക്കാൻ വേണ്ടി വുഡൻ സ്ക്യൂറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കിത് ആദ്യം അരമണിക്കൂർ വെള്ളത്തിലിട്ട് വയ്ക്കാം. ഇനി ഇതിലേക്ക് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ വീഡിയോയിൽ കാണിക്കാൻ വിട്ടതാണ്. നമുക്ക് വേണ്ടത് 4 ഹലോപ്പിനോസും 9 പച്ചമുളകുമാണ്. ഹലോപ്പിനോസ് ഒരു മെക്സിക്കൻ മുളകാണ്. ഇത് ഒരു എരിവില്ലാത്ത തരം മുളകാണ്. ഹലോപ്പിനോസ് ഇല്ലാത്തവർക്ക് അധികം എരിവില്ലാത്ത ചുവന്ന ഉണ്ടമുളക് എടുത്താൽ മതി. 4 വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ മല്ലി, 1 ടേബിൾ സ്പൂൺ നല്ല ജീരകം. ഇവ രണ്ടും ഞാൻ മിക്സ് ചെയ്താണ് എടുത്തിട്ടുള്ളത്. ഇനി കബാബ് തയ്യാറാക്കാൻ വേണ്ടി ആദ്യം നമുക്ക് മല്ലിയും നല്ല ജീരകവും 3-4 മിനിറ്റ് ഡ്രൈ റോസ്റ്റ് ചെയ്ത് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ക്രഷ് ചെയ്തെടുത്ത് മാറ്റി വെക്കാം. ഹലാപ്പിനോസും പച്ചമുളകും വെളുത്തുള്ളിയും ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചെറുതായി അരിഞ്ഞ ഹലാപ്പിനോസ്, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ കട്ടിംഗ് ബോർഡിൽ വെച്ച് ഇതുപോലെ കത്തി കൊണ്ട് വീണ്ടും ചെറുതായി അരിഞ്ഞു കൊടുക്കാം. ഇത് ഒരിക്കലും മിക്സിയിലോ ചോപ്പറിലോ അടിച്ചെടുക്കരുത്. ഇങ്ങനെ കത്തി വച്ച് ചെറുതായി മുറിച്ച് വീണ്ടും വീണ്ടും ചെറുതായി മിക്സ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഫ്ലേവേഴ്സൊക്കെ പുറത്തു വരുന്നത്. അവസാനമായി ഇതിൽ ഉപ്പും മസാലപ്പൊടിയും ചേർത്ത് കഴുകി വൃത്തിയാക്കി എടുത്ത കീമയും കൂടി മിക്സ് ചെയ്തെടുക്കാം. കീമ കഴിയതിന് ശേഷം അതിലത്തെ വെള്ളമെല്ലാം നല്ലപോലെ പിഴിഞ്ഞ് കളയാനും ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മളുടെ കബാബിന് ഷേപ്പ് കിട്ടത്തില്ല. ഇനി നമുക്ക് കീമയും നേരത്തെ ചെയ്തതുപോലെ ഇതുപോലെ കത്തി കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ കീമ നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 15 മിനിറ്റ് ഇത് ഫ്രിഡ്ജിൽ വെക്കാം. ഇനി നമുക്ക് കബാബ് ഷേപ്പ് ചെയ്യാൻ വേണ്ടി ആദ്യം ഇതുപോലെ ഒരു വലിയ ഉരുളയായിട്ട് നമ്മളുടെ കീമ എടുക്കാം. അതിനുശേഷം വുഡൻ സ്ക്യൂവറിൽ ഇതുപോലെ നമുക്ക് കബാബിനെ ഷേപ്പ് ചെയ്തെടുക്കാം. ഇത് കണ്ടോ, നമ്മുടെ കബാബ് ഇപ്പോൾ ഷേപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിത് ഒരു പാൻ ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത്. കബാബ്സ് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഗ്രിൽ പാനാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് കബാബ്സ് എല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മളെ കബാബ്സ് എല്ലാം നല്ലതുപോലെ ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല ചൂട്ടോടെ ഉണ്ടാക്കി കഴിക്കാൻ അടിപൊളിയാണ്. ഇതിനോടൊപ്പം തുർക്കിഷ് ലവാഷ് ബ്രെഡോ, ഹുമ്മൂസ്, സലാഡ് എന്നിവ കൂടി ഉണ്ടെങ്കിൽ ഒരു സൂപ്പർ ഡിന്നറായി. അതല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ സൈഡായി ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ള പംകിൻ മുത്തബല്ലോ, തുർക്കിഷ് കൊറിയൻഡർ ഹുമ്മൂസോ കൂട്ടി കഴിക്കാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി വീണ്ടും ഇതുപോലെ ഒരു വ്യത്യസ്തമായ റെസിപ്പിയുമായി വരുന്നതുവരെ ദിസ് ഈസ് അമാനോസ് കിച്ചൺ സൈനിങ് ഓഫ്.